അടുത്തതായി ലയബിലിറ്റീസ്, ബാധ്യതകൾ എന്ന് പറയും. എന്താണ് ബാധ്യതകൾ? ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ്സ് ദാറ്റ് ആൻ എന്റർപ്രൈസ് ഓസ് ടു അതേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മുടെ സ്ഥാപനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള തുകകളെ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്, ബാധ്യതകൾ, കൊടുക്കാനുള്ളത് എന്നർത്ഥം. കൊടുക്കാനുള്ള തുകയാണ് നമ്മുടെ ബാധ്യതകൾ. ബാധ്യതകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. കറണ്ട് ലയബിലിറ്റീസ് എന്നും നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നും. കറണ്ടാണ് താൽക്കാലികമായിട്ടുള്ള ബാധ്യതകൾ. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, ദീസ് ആർ ദ ലയബിലിറ്റീസ് വിച്ച് ബിക്കം പേയബിൾ വിത്തിൻ എ ഷോർട്ട് ടൈം. വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടുന്ന ബാധ്യതകളെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയും. ഉദാഹരണം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ കടം വാങ്ങിക്കൊണ്ടിരും. ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്ക് സാധനം നമ്മൾ കടത്തിന് വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ നമുക്കത് ഉടനെ തിരിച്ചു കൊടുക്കണം. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, മാക്സിമം ഒരാഴ്ച, അല്ലേ? അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ട ബാധ്യതകളാണ്. അങ്ങനെ പെട്ടെന്ന് കൊടുക്കേണ്ടുന്ന ബാധ്യതകളെ നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റീസ്, പെട്ടെന്ന് കൊടുക്കേണ്ട ബാധ്യതകൾ. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കം പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ്. കുറച്ച് കാലത്തിന് ശേഷം കൊടുത്താൽ മതി എന്ന തരത്തിലുള്ള ബാധ്യതകളെ നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം ഡിബെഞ്ചർ, കടപ്പത്രം, കടം. അതൊക്കെ 5 വർഷം 10 വർഷം ഇതൊക്കെയാണ് കാലാവധി ഉണ്ടാവുക. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ദീർഘകാല വായ്പ എടുക്കും, ലോൺ എടുക്കും. ദീർഘകാലത്ത് 10 വർഷത്തേക്ക് ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ടിട്ട് അല്ലെങ്കിൽ 10 വർഷത്തിന് ഉള്ളിൽ അടച്ചു തീർത്താൽ മതി, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് അടച്ചാൽ മതി. അതൊക്കെ ലോങ് ടേം ആണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ടത് കറണ്ട് ലയബിലിറ്റീസ് എന്നും സാവധാനം അടച്ചു തീർത്താൽ മതി എന്നുള്ളത് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നും പറയും. ഇതാണ് ലയബിലിറ്റീസ് എന്നുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ക്യാപിറ്റൽ, മൂലധനം, മുതൽ മുടക്ക് അല്ലെങ്കിൽ മുടക്ക് മുതൽ, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നതാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ബിസിനസ് ഈസ് കാൾഡ് ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ഉടമസ്ഥൻ മുടക്കുന്ന തുകയെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഉടമസ്ഥൻ, ഒരു സ്ഥാപനത്തിൽ ഉടമസ്ഥൻ ഉണ്ടാവുന്നത് അദ്ദേഹം സ്ഥാപനത്തിലേക്ക് പണം മുടക്കുന്നതോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹം മുടക്കിയിട്ടാണ് ബിസിനസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിലേക്ക് എത്ര തുക മുടക്കുന്നു, ആ തുകയെ നമ്മൾ ക്യാപിറ്റൽ അഥവാ മൂലധനം, മുടക്കുമുതൽ എന്നൊക്കെ പറയും. ഇതാണ് ക്യാപിറ്റൽ. അടുത്തത് ഡ്രോയിങ്സ്. ഈ ക്യാപിറ്റലിൻ്റെ ഒരു വിപരീതമായ അവസ്ഥയാണ് ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു ഉടമസ്ഥൻ സ്ഥാപനത്തിലേക്ക് മുടക്കുന്ന തുകയാണെന്ന് പറഞ്ഞു, ബിസിനസ്സിലേക്ക് ഇറക്കുന്ന തുകയാണ് ക്യാപിറ്റൽ. എന്നാൽ ബിസിനസ്സിൽ നിന്നും ഉടമസ്ഥൻ പണം പിൻവലിക്കുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത് ഡ്രോയിങ്സ്, പിൻവലിക്കൽ എന്ന് പറയും. ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഈസ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് കാൾഡ് ഡ്രോയിങ്സ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹം പിൻവലിക്കുകയാണ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പണം പിൻവലിക്കുന്നതിന് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. സ്വകാര്യ ആവശ്യങ്ങൾക്ക് എന്ന് പറയാൻ കാരണം ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ ബിസിനസ്സിന് പണം എടുക്കാം. ഉദാഹരണത്തിന് ബിസിനസ്സിൻ്റെ ഒരു ഫർണിച്ചർ വാങ്ങണം, അപ്പോൾ കുറച്ച് പണം ബിസിനസ്സിൽ നിന്ന് എടുത്താൽ അത് ഡ്രോയിങ്സ് അല്ല, അത് ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. ഡ്രോയിങ്സ് ആവില്ല എപ്പോഴാണെന്ന് വെച്ചാൽ ബിസിനസ്സിലെ പണം അദ്ദേഹം സ്വകാര്യ ആവശ്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, അപ്പോഴാണ് ഡ്രോയിങ്സ് ഉണ്ടാവുക. ഇതാണ് ഡ്രോയിങ്സ് അഥവാ പണം പിൻവലിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെയിൽ, വിൽപ്പന. സെയിൽ ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് സോൾഡ് ഓർ സർവീസസ് പ്രൊവൈഡഡ് ടു ദ കസ്റ്റമേഴ്സ്. സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് വിറ്റുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സെയിൽസ്, വിൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥാപനങ്ങൾ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും, ഷോപ്പുകൾ, ഇപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാവും. ചില സ്ഥാപനങ്ങൾ സേവനങ്ങൾ നൽകുന്നവരായിരിക്കും. ഉദാഹരണം റിപ്പയറിംഗ് ഷോപ്പ് അല്ലെങ്കിൽ ബാർബർ ഷോപ്പ് നമ്മൾ കണ്ടിട്ട് ഇവിടെയൊക്കെ സർവീസസ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ സാധനങ്ങളോ സേവനങ്ങളോ രണ്ടും വിൽക്കുന്നത് ബിസിനസ് തന്നെയാണ്. സാധനങ്ങൾ കൈമാറുന്നൊരു സർവീസ് കൈമാറുന്നവരൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ എന്താണോ അവരുടെ ബിസിനസ്, ആ സാധനങ്ങളോ സേവനങ്ങളോ എന്താണോ അത് വിറ്റ് കിട്ടുന്ന ആ പണത്തെ റവന്യൂവിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെയിൽസ്. ഇത് ക്യാഷ് സെയിൽസും ആവാം, ക്രെഡിറ്റ് സെയിൽസും ആവാം. അതായത് ക്യാഷ് സെയിൽസ് എന്ന് അപ്പം തന്നെ പൈസ കിട്ടും, ക്രെഡിറ്റ് എന്നാണ് അപ്പം കിട്ടില്ല പിന്നീട് കിട്ടും. രണ്ടും സെയിലായിട്ട് കണക്കാക്കും. ഇപ്പോൾ എപ്പോഴും ക്യാഷിന് തന്നെ ആയിക്കോളെന്ന് മിക്കവാറും നമുക്ക് തന്നെ അറിയാവുന്നതാണ്. കടത്തിൻ്റെ ഇടപാടുകൾ ഒരുപാടുണ്ടാവാറുണ്ട്. കടത്തിൻ്റെ ആയാലും ക്യാഷിൻ്റെ ആയാലും വേണ്ടി രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ സെയിൽസായിട്ട് എപ്പോഴും പറയാറ്. ഇതാണ് സെയിൽസ് എന്നതുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അടുത്തത് റവന്യൂ, വരവ് എന്ന് പറയും. These are the amounts of business earned by selling its products or providing services to customers, including sales revenue. ഈ സെയിൽസ് റവന്യൂ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വരുമാനമാണെന്ന് പറഞ്ഞു. ബിസിനസ്സിൻ്റെ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഈ റവന്യൂ, സെയിൽസ് നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ ഈ സെയിൽസ് ഒരു റവന്യൂവിൽ പെട്ടതാണ്. ഇതല്ലാതെ വേറെയും റവന്യൂസ് ഉണ്ട്. ബിസിനസ് സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് കിട്ടുന്ന ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് റവന്യൂ എന്ന ഗണത്തിൽപ്പെടും. സെയിൽസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് കിട്ടുന്ന പണമാണെങ്കിൽ ഇതത് മാത്രമല്ലാതെ അത് കൂടാതെ വേറെയും ചില വരുമാനങ്ങളും കൂടി അടങ്ങിയതാണ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ കമ്മീഷൻ, ചില ആളുകൾ കമ്മീഷൻ വ്യവസ്ഥയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ ഒരു റവന്യൂ ആണ്. അല്ലെങ്കിൽ പലിശ, അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്ക്, അവർ പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പലിശ അവരുടെ വരുമാനം, അവർ റവന്യൂ ആണ്. അല്ലെങ്കിൽ ഡിവിഡൻഡ്, ലാഭം, നമ്മുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ മുടക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അതിന് ലാഭവീതം, ഡിവിഡൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ റോയൽറ്റി, എന്തെങ്കിലും ചില ആളുകളൊക്കെ എഴുത്തുകാർ, ഉദാഹരണത്തിന് ബുക്ക് എഴുതിയ ആൾ, ആ ബുക്ക് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം റോയൽറ്റിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ, റെൻറ്റ്, ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് റെൻ്റാണ്, വാടക. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ട്. അതിലൊരു വരുമാനം ഒക്കെ നമുക്ക് റവന്യൂസ് എന്ന് പറയാം. ആ റവന്യൂസിൽ പെടുന്ന ഒരു റവന്യൂ ആണ് സെയിൽസ് എന്ന് പറഞ്ഞത്. സെയിൽസ് അല്ലാതെയും വേറെ റവന്യൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ റവന്യൂസിൽ വരുന്ന ഒരു റവന്യൂ ആണ് സെയിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ് എന്ന് അർത്ഥം. അടുത്തത് എക്സ്പെൻസസ്, ചെലവുകൾ. കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസ്. നമ്മൾ റവന്യൂ കിട്ടണമെങ്കിൽ വെറുതെ റവന്യൂ കിട്ടില്ലല്ലോ, എന്തെങ്കിലും പണം അങ്ങോട്ട് മുടക്കുമ്പോഴല്ലേ ഇങ്ങോട്ട് കിട്ടാം. അപ്പോൾ ഈ റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചിലവുകളായിരിക്കും അങ്ങോട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെല്ലാം നമുക്കെന്ന് പറയാം എക്സ്പെൻസുകൾ എന്ന് പറയാം. അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കേണ്ട തുകയാണ് നമ്മൾ എക്സ്പെൻസുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ കാൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ കിട്ടാൻ വേണ്ടിയുള്ള അർത്ഥത്തിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് സാലറി, ശമ്പളം. നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ചിലവാണ് ശമ്പളം. അല്ലെങ്കിൽ വാടക കൊടുക്കുന്നു, കൂലി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു, ഇതെല്ലാം എക്സ്പെൻസുകളാണ്. ഇതൊക്കെ ഇങ്ങനെ കൊടുത്തെങ്കിലേ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനും റവന്യൂ കിട്ടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന തുകകളെയാണ് നമ്മൾ ചെലവുകൾ അഥവാ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ശരിക്കും വേറെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാറുണ്ട്. അടുത്തത് എക്സ്പെൻഡിച്ചർ, ചെലവ് എന്നർത്ഥത്തിൽ തന്നെയാണ്. ദീർഘകാലത്തിലുള്ള ഒരു ഉദ്ദേശത്തിനാകുമ്പോഴാണ് സാധാരണ എക്സ്പെൻഡിച്ചർ എന്ന വാക്ക് ഉപയോഗിക്കാം. എങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. സ്പെൻഡിങ് മണി ഫോർ സം ബെനിഫിറ്റ്, എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർവീസ്, എന്തെങ്കിലും സേവനങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി, എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ മുടക്കുന്ന തുകയെ നമ്മൾ പറഞ്ഞ പേരാണ് എക്സ്പെൻഡിച്ചർ. ഇത് രണ്ട് വിധത്തിലുണ്ട്. ഇറ്റ് മേ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അങ്ങനെ രണ്ട് ആയിട്ട് തരംതിരിക്കാറുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, നമുക്കറിയാം. ഈ നമ്മുടെ എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞതൊക്കെ റവന്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകകൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. അടുത്ത വേറെ ഒന്നാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനി ഇഫ് ദ ബെനിഫിറ്റ് ഈസ് സക്സസ്ഡ് വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിലാണ് അതിൻ്റെ മെച്ചം, ആ പണം മുടക്കിയതിൻ്റെ മെച്ചം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ നമ്മളതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഉദാഹരണം സാലറിക്ക് മാസം സാലറി കൊടുക്കും, ശമ്പളം കൊടുക്കും. ആ ശമ്പളത്തിൻ്റെ ഫലം എത്ര കാലം നിൽക്കും? ഒരു മാസം ശമ്പളമാണ്, ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ശമ്പളം ചോദിക്കില്ലേ? അല്ലാതെ അദ്ദേഹം അടുത്ത മാസം വർക്ക് ചെയ്യൂ? ഇല്ല. ഇപ്പോൾ വാടക എന്ന് പറഞ്ഞത് ഒരു മാസത്തേക്ക് അതിൻ്റെ കാലാവധി വാടക കൊടുത്തെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞതിൻ്റെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ കാലാവധി അവസാനിക്കുന്ന ചെലവുകളെ നമ്മൾ പറഞ്ഞ പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ചുരുക്കി നമ്മൾ വെറും ചെലവുകൾ അല്ലെങ്കിൽ എക്സ്പെൻസസ് എന്ന് മാത്രം പറയും. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ്, എന്നാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അല്ലാത്ത കേസ് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ മേലെ കാലാവധി ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ കാലാവധി അവസാനിക്കുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ വാങ്ങിയിട്ടു. ഈ ഫർണിച്ചർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അത് എന്നാണോ കേട് വരുന്നത് അത്ര കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി, ഒരു സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിലും ഒന്നിൽ കൂടുതൽ വർഷം കാലാവധിയുള്ള അസറ്റുകളെ നമുക്ക്, അല്ലെങ്കിൽ ചെലവുകളെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അതിന് നമ്മൾ അസറ്റുകൾ എന്ന വാക്കും ഉപയോഗിക്കും കേട്ടോ. കാളുടെ അസറ്റ്സ് ആണ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചിട്ടുള്ള ഈ അസറ്റുകൾ എന്ന് പറഞ്ഞ സാധനം.
അപ്പോൾ ദീർഘകാലമാണ് ബെനിഫിറ്റ് കിട്ടും, ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി നമുക്ക് അതിൻ്റെ മെച്ചം കിട്ടും. എന്നാൽ ഈ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾക്ക് നമുക്ക് ഒരു വർഷത്തിൽ കൂടുതൽ എൻ്റെ ബെനിഫിറ്റ് ഇല്ല, വളരെ ചുരുങ്ങിയ ലൈഫിൽ എൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ എന്നർത്ഥം. ഇതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാനുള്ള സാധനം. അടുത്തത് പ്രോഫിറ്റ്, ലാഭം. ദി എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരിയഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ഈസ് കാൾഡ് പ്രോഫിറ്റ്. ഒരു പ്രത്യേക കാലത്തെ, ഒരു പ്രത്യേക പീരിയഡിലെ ചെലവിനേക്കാളും വരവുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോഫിറ്റ്. റവന്യൂ ഓഫ് എ പീരിയഡ് ഈസ് ഓവർ ദാൻ ദ എക്സ്പെൻസസ്. ചെലവുകളെക്കാളും കൂടുതൽ വരവുണ്ടാകുന്ന അവസ്ഥ, അതിന് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. ഒരു പ്രത്യേക പീരീഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2018 ലാഭം എന്ന് പറഞ്ഞാൽ 2018 എന്ന ആ വർഷത്തിൽ മൊത്തം ചെലവുകൾ കൂട്ടും, മൊത്തം വരുമാനങ്ങളും കൂട്ടും. ചെലവുകളെക്കാളും കൂടുതൽ വരുമാനങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 10,000 രൂപ ചെലവുണ്ട്, 15,000 രൂപ വരുമാനമുണ്ട്, അപ്പോൾ 5,000 രൂപ കൂടുതലാണ്. ആ കൂടുതലതിന് നമ്മൾ എന്ത് പറയും? പ്രോഫിറ്റ് എന്ന് പറയും. ഇതാണ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗെയിൻ. A profit that arises from events or transactions which are incidental to business are termed as gain. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന, ബിസിനസ് നിർത്തിയിട്ടുള്ളതല്ല, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റുള്ള ഇടപാടുകളിലൂടെ കിട്ടുന്ന മറ്റു വരുമാനങ്ങളെ നമ്മൾ, മറ്റു ഗെയിനുകളെ നമ്മൾ ഈ ഗെയിൻ എന്ന ഭാഗത്തിൽപ്പെടുത്തുക. പ്രോഫിറ്റ് തന്നെയാണ്, പക്ഷേ ബിസിനസ്സിൻ്റെ നേരിട്ടുള്ള ബിസിനസ് എന്നല്ല, ബിസിനസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങളെ, ഈ ലാഭത്തെ നമ്മൾ ഗെയിൻ എന്ന് പറയും. ഉദാഹരണത്തിന് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു അസറ്റ് വിൽക്കുന്നു. അസറ്റ് വിൽക്കലല്ല നമ്മുടെ ബിസിനസ്. എന്നാൽ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഒരു അസറ്റ് വിൽക്കേണ്ടി വന്നു. നമ്മുടെ ഒരു ഭൂമി വിറ്റു എന്ന് കരുതുക. 1,00,000 ഭൂമി നമ്മളൊരു 2 ലക്ഷത്തിന് വിൽക്കുന്നു, അപ്പോൾ നമുക്ക് 1 ലക്ഷം ലാഭം കിട്ടി. ഇത് ഗെയിനാണ്, പക്ഷേ നമ്മുടെ പ്രോഫിറ്റ് അല്ല, ആ രീതി ഗണത്തിലല്ല. ഇത് ഗെയിൻ എന്ന വേറെ ഗണത്തിൽ തന്നെയാണ് പെടുത്തുക. അല്ലെങ്കിൽ വിന്നിങ് ഓഫ് കോർട്ട് കേസ്, ഒരു കേസ് നമ്മൾ വിജയിച്ചിട്ടില്ല, എന്തെങ്കിലും കോടതിയിലുണ്ടായിരുന്ന കേസ് നമ്മൾ വിജയിച്ചു, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ വരുമാനങ്ങൾ കിട്ടി. അല്ലെങ്കിൽ അപ്രിസിയേഷൻ്റെ വാല്യൂ ഓഫ് എൻ അസറ്റ്, അസറ്റിൻ്റെയൊക്കെ വില കൂടി. നമ്മുടെ എല്ലാം ഭൂമിനെ ഉദാഹരണത്തിന് എടുക്കാം. നമ്മൾ 10 ലക്ഷത്തിന് വാങ്ങിയ ഭൂമിയായിരുന്നു, അതിൻ്റെ വില 25 ലക്ഷമായിട്ട് വർദ്ധിച്ചു, അപ്പോൾ 15 ലക്ഷമായിട്ട് കൂടി. ഇതൊക്കെ ഗെയിൻ എന്ന ഗണത്തിലാണ് പെടുത്തുക, ലാഭമല്ലാതെ. നമ്മൾ ലാഭം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക പീരീഡിലുള്ള വരുമാനങ്ങളും ചിലവുകളും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ലാഭം കണക്കാക്കുക. ഇതല്ല, ഇത് ഗെയിൻ. ആ ബിസിനസ്സിൻ്റെ ഇൻസിഡൻ്റൽ ടു ബിസിനസ്, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടുന്ന മറ്റുള്ള പ്രോഫിറ്റാണിത്. അതാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റുള്ള ലാഭങ്ങളെ നമ്മൾ ഈ ഗെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ടേംസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.